സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പട്ടിണിക്കിട്ട് കൊലപാതകം അപൂർവങ്ങളിൽ അപൂർവമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിട്ടുള്ള ഒരു വാർത്തയാണ് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി തുഷാരയുടെ കൊലപാതകത്തിന്റെ കോടതി വിധി. കൊലപാതക കുറ്റത്തിന് തുഷാരയുടെ ഭർത്താവിനും ഭർത്തൃമാതാവിനും ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. പറഞ്ഞുറപ്പിച്ച സ്ത്രീധന തുക കൊടുക്കാത്തതിന്റെ പേരിൽ വർഷങ്ങളോളം ഭർതൃഗൃഹത്തിൽ പീഡനമേൽക്കേണ്ടി വന്ന ഒരു യുവതിയാണ് തുഷാര. സ്ത്രീധനത്തിന്റെ പേരിൽ പീഡനം തുടങ്ങി ഒടുവിൽ മരണത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. പീഡനം മാത്രമല്ല, സ്വന്തം മക്കളെ തലോലിക്കുവാനുള്ള സ്വാതന്ത്ര്യം പോലും നിരോധിച്ചിരുന്നു. മനുഷ്യ മനസ്സിനെ മരവിപ്പിക്കുന്ന ഒരു ക്രൂരതയാണ് നടന്നത്. സമൂഹത്തിൽ ഇന്നും ഏറ്റവും വലിയ വിപത്തും ഒരു ദുരാചാരവുമാണ് സ്ത്രീധനം. ശൈശവ വിവാഹം, സതി, ഐത്തം തുടങ്ങിയ ദുരാചാരങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന നമ്മുടെ സമൂഹത്തിലെ ജനങ്ങൾ എന്തുകൊണ്ടാണ് ഇന്നും സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്? സ്വന്തം മക്കളുടെ ഭാവി സുരക്ഷിതത്വമാക്കാൻ വേണ്ടിയിട്ടാണ് സ്ത്രീധനം കൊടുക്കുന്നതെങ്കിൽ മാതാപിതാക്കൾക്ക് അവിടെ തെറ്റി. സ്ത്രീധനം കൊടുക്കുന്നതിലൂടെ തങ്ങളുടെ മക്കളുടെ പീഡനത്തിന് വഴിയൊരുക്കുകയാണ് അവർ ചെയ്യുന്നത്. അവർക്ക് വേണ്ട വിദ്യാഭ്യാസവും അവർക്ക് വേണ്ട ജോലിയും അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഭാവി സുരക്ഷിതത്വമാകും. അല്ലാത്ത പക്ഷം സ്ത്രീധനം കൊടുത്തുകൊണ്ടുള്ള ഒരു വിവാഹം എന്ന് പറയുന്നത് കാളക്കച്ചവടത്തിന് തുല്യമാണ്. മക്കളുടെ ആവശ്യങ്ങൾക്ക് പൈസ കൊടുക്കുക, അല്ലാതെ പൈസ കൊടുത്തിട്ട് അവരെ വിൽക്കുകയല്ല ചെയ്യേണ്ടത്. സ്ത്രീധനത്തിന്റെ പേരിൽ ഇന്നും പീഡിപ്പിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരൊന്നും സ്വന്തം പീഡന വിവരം വീട്ടുകാരെ അറിയിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെത്രത്തോളം പീഡിപ്പിക്കുന്നുണ്ട് എന്ന് പെൺകുട്ടികളുടെ വീട്ടുകാരും അറിയുന്നില്ല. അത് അന്വേഷിക്കാതെ പിന്നീട് അവർ മരണത്തിലോട്ട് കലാശിക്കുമ്പോഴാണ് വീട്ടുകാർ മാത്രമല്ല നാട്ടുകാരും ഈ ലോകം മുഴുവനും ആ വിവരം അറിയുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീധനം എന്ന് പറയുന്ന ആ ഒരു വിപത്ത്, ആ ഒരു ദുരാചാരം നമ്മുടെ സമൂഹത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ടതാണ്. ഇന്നും നമ്മുടെ സമൂഹത്തിൽ മാതാപിതാക്കൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന സ്ത്രീധനം അതൊരു കരുതൽ തുകയാണോ അതോ അവൾക്കുള്ള കൊലക്കയറാണോ? ചിന്തിച്ച് പ്രവർത്തിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇനിയും തുഷാരയെ പോലുള്ളവരും വിസ്മയെ പോലുള്ളവരുടെ മരണം ഇനിയും നമ്മൾ കാണേണ്ടിയിരിക്കുന്നു.